ഹായ്, ഷിക്ക ഓർക്കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സാന്ദ്ര. അപ്പോൾ നമ്മളിന്നൊരു റീപ്ലാന്റിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് നമ്മളിൽ പലരും നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങുന്നവരുണ്ട്, ഓൺലൈനായിട്ട് വരുത്തുന്നവരുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിലും നമുക്ക് ആ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് റീപ്ലാന്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ റീപ്ലാന്റ് ചെയ്യാനായിട്ട് എടുത്തു വച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ്. 2-3 പ്ലാന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റീപ്ലാന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റീപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോക്കനട്ട് ചിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചാർക്കോൾ, ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് പ്ലാന്റ് ചെയ്യാനായിട്ട് ഞാനൊരു വുഡൻ പോട്ട് എടുത്തിട്ടുണ്ട്, ടെറാക്കോട്ടയുടെ മഡ് പോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും അല്ലാണ്ട് നമുക്ക് പ്ലാസ്റ്റിക് പോട്ടിലും റീപ്ലാന്റ് ചെയ്യാം, യാതൊരുവിധ പ്രശ്നവും. പിന്നെ നമ്മളൊരു ഫംഗിസൈഡിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് റീപ്ലാന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാനിതാ ഒരു പ്ലാന്റ് എടുക്കുകയാണ്. ഇതിൽ ഒരുപാട് ഡെഡ് റൂട്ട്സൊക്കെ ഉണ്ടായിരിക്കും. ആ റൂട്ട്സൊക്കെ നമ്മൾ മാക്സിമം റിമൂവ് ചെയ്ത് കളയുക. പിന്നെ എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്, നമ്മൾ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം റൂട്ടാണോ ഷൂട്ടാണോ വരുന്നതെന്ന്. ഉറപ്പായിട്ടും ആദ്യം ഇതുപോലത്തെ ഷൂട്ടായിരിക്കും വരുന്നത്. ആ ഷൂട്ട് വന്നതിന് ശേഷം അതിൻ്റെ ഈ ചുവട് ഭാഗത്തുനിന്ന് മാത്രമാണ് അതിൻ്റെ റൂട്ട് വരുന്നത്. അല്ലാതെ ഫസ്റ്റ് റൂട്ട് അല്ല വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഇതുപോലത്തെ ഷൂട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റിൽ ഇതുപോലെ ഡെഡ് റൂട്ട്സ് ഇങ്ങനെ കോക്കനട്ട് ഹസ്കിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് പോട്ടിനെ പതുക്കെ ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ കുറച്ച് റൂട്ട്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യേണ്ടി വരും. അത്യാവശ്യം ബലപ്രയോഗമൊക്കെ വേണം, എങ്കിലേ ഇതെടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറേ ഇങ്ങനെ വേണ്ടാത്ത കുറേ റൂട്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ റൂട്ട്സൊക്കെ നമുക്ക് മാറ്റാം. ഇങ്ങനെ റൂട്ട് ടിപ്പ് പച്ച വരുന്ന സ്ഥലം കാണും, അത് നിങ്ങൾ മാറ്റണമെന്നില്ലാണ്ട് ഇത് ഇവിടെ 2-3 എണ്ണത്തിലൊക്കെ ഒരു പച്ചയുണ്ട് റൂട്ട് ടിപ്പ്, അത് മാറ്റണ്ട. അപ്പോൾ ബാക്കി പതുക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. പിന്നെ കുറേ പേർക്കുള്ള മറ്റൊരു ഡൗട്ടാണ്, ഇതിലെയും കോക്കനട്ട് പീസ്, അതായത് ഈ ചിപ്സ് ഉണ്ടല്ലോ, ഇത് മാറ്റണോ വേണ്ടയോ. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ മാറ്റിയിട്ട് ചെയ്യുകയും ചെയ്യാം, മാറ്റാതെയും ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ പായലുണ്ട്, മോസ്. അപ്പോൾ അതെല്ലാം ഞാൻ മാക്സിമം റിമൂവ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് റിമൂവ് ചെയ്യണം, എന്നിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ പുതുതായിട്ട് വന്ന കിളിർപ്പുണ്ടെങ്കിൽ അതിനെ മാക്സിമം ഡിസ്റ്റർബ് ചെയ്യാതെ വേണം നമ്മൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം മാക്സിമം നന്നായിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള ചെടിയെ നമ്മൾ ഈ ഫംഗിസൈഡിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. ചുവട് ഭാഗം മാത്രമല്ല, അതിൻ്റെ ലീഫ് എല്ലാം കംപ്ലീറ്റ് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെടി മൊത്തത്തിൽ നമ്മൾ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഫംഗിസൈഡിൽ. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഇന്ന് ഈ മഡ് പോട്ടിലോട്ടാണ് റീപ്ലാന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ മഡ് പോട്ടിൽ ഇത് ഇപ്പോൾ ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ
ഇതിൻ്റെ മുകൾ ഭാഗം വരെ എല്ലാവരും കരിക്കട്ടയും ചാർക്കോളും ഒക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വയ്ക്കുക. അതായത് നമ്മൾ സാധാരണ റോസയൊക്കെ നടുന്ന പോലെ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ ഈ ഒരു പുതിയ ഷൂട്ട് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ മുകളിൽ തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ റീപ്ലാന്റ് ചെയ്യുന്നത് സക്സസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത്, അതായത് ചുവട് താഴ്ചയുള്ള പോട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിൽ ചാർക്കോളോ ഓട് കഷ്ണോ എന്തെങ്കിലും കൊടുക്കാം ഒരു ലെയർ. അപ്പം ഞാനിതിപ്പോൾ ആദ്യം ഓട് പീസ് കൊടുക്കുകയാണ് ഒരു ലെയർ. അതിനുശേഷം ചാർക്കോൾ പ്ലാന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് നമുക്ക് അത്യാവശ്യം കവർ ചെയ്യുന്ന രീതിയിൽ ഇനി നമുക്കിതിൽ പോട്ടിംഗ് മിക്സ്ചർ ഇടാം. ഓക്കെ, പ്ലാന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മൾ ചാർക്കോള്, ഇഷ്ടിക പീസ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോക്കനട്ട് ചിപ്സ് കൊടുക്കാം. അത് അധികം കൊടുക്കണമെന്നില്ല, കാരണം ഈ പ്ലാന്റ് ഈ കോക്കനട്ട് ചിപ്സ് അതായത് ഹസ്കിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ചിപ്സ് അധികം കൊടുക്കണമെന്നില്ല. നമുക്ക് കൂടുതലും ചാർക്കോളും ഇഷ്ടിക പീസും ഒക്കെ തന്നെ കൊടുത്ത് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലതായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതിന് മുമ്പ് സീഡ്ലിങ്സിൻ്റെ ഒരു പോട്ടിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം. അതിനുള്ള വാട്സപ്പ് നമ്പരും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമല്ല ഉള്ളത്, നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതുമാണ് പ്ലാന്റ്സ്. അതാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് നോക്കുക. അതായത് അതുപോലെ തന്നെ പലരും ചെടി റീപ്ലാന്റ് ചെയ്യും. റീപ്ലാന്റ് ചെയ്തതിന് ശേഷം അയ്യോ ഇവിടെ വയ്ക്കുമ്പോൾ അത്ര ഭംഗിയില്ല, അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടുന്നില്ല, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. ഇങ്ങനെ പ്ലാന്റ്സ് ദിവസേന മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പ്ലാന്റ്സ് മാറ്റാതിരിക്കുക. പ്ലാന്റ്സ് എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്ലാന്റ്സ് അനക്കാതെ വയ്ക്കുമ്പോഴാണ് അതിന് ശരിക്കും ഗ്രോത്ത് കിട്ടുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. പിന്നെ നമ്മൾ റീപ്ലാന്റ് ചെയ്ത് 2 വീക്സ് ഷെയ്ഡിൽ തന്നെ പ്ലാന്റ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഷെയ്ഡിൽ വയ്ക്കുക. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ഒന്നും ആ സമയത്ത് കൊടുക്കണ്ട. നോർമൽ വാട്ടറിങ് മാത്രം കൊടുത്താൽ മതി. പുതിയ കിളിർപ്പ് വരുന്നുണ്ടെങ്കിൽ അത് മാക്സിമം സൂക്ഷിച്ച് വേണം നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട്. മാക്സിമം പ്ലാന്റിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ പ്ലാന്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാന്റ് മാക്സിമം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാക്സിമം പോകത്തില്ല, മാക്സിമം ടൈറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. സോ ഇതുപോലെ മാക്സിമം ടൈറ്റ് ചെയ്ത് തന്നെ പ്ലാന്റ്സ് വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫംഗിസൈഡ് വലിയ ബക്കറ്റിലാണ് നമ്മൾ വെള്ളം വയ്ക്കുന്നതെങ്കിൽ ഇതെടുത്ത് അതിൽ ഡിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് അങ്ങനെ പറ്റത്തില്ല. ഓക്കെ, അതിന് പകരം നമുക്ക് ആ ഫംഗിസൈഡ് വെള്ളം ഇതിലേക്ക് വീത്തി കൊടുക്കാം. ലാസ്റ്റ് വീത്താം. നമുക്ക് എല്ലാ പ്ലാന്റും നട്ട് തീർന്നതിന് ശേഷം നമുക്ക് അതിൽ ഫംഗിസൈഡ് വെള്ളം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ്, ഫ്ലവർ ഉള്ള പ്ലാന്റാണ് ഇത്. നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതോ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതോ ആകാം. ഇവിടെ എല്ലാം നിറയെ പായലൊക്കെ ഉണ്ട് പ്ലാന്റിൽ. പിന്നെ ഇവിടെ ഒരു പുതിയ തൈ വരുന്നുണ്ട്, റൂട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെ റീപ്ലാന്റ് ചെയ്യാം അതാണ് അടുത്ത്. ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഡെഡ് റൂട്ട്സ് എല്ലാം മാക്സിമം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
അതിൻ്റെ പഴയ ചട്ടി ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഇരിക്കുന്ന പായലുണ്ടല്ലോ, ഇതെല്ലാം മാക്സിമം റിമൂവ് ചെയ്യുക. ഈ പായൽ വരുന്നത് ചെടിക്ക് ദോഷം എന്നല്ല, ഇത് വർഷങ്ങൾ പഴക്കമുള്ള ചെടി ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതിൽ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റിമൂവ് ചെയ്യുക ആ പായൽ. നമുക്ക് ഫ്ലവർ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് സെയിലിനായിട്ട്. അതുപോലെ തന്നെ ടൊലുമിനയുടെ കുറച്ച് വെറൈറ്റീസ് ബ്ലൂമിങ് സ്റ്റേജ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. പിന്നെ കാറ്റിലിയ, ഫെലനോപ്സിസ് ഫ്ലവർ പ്ലാന്റ്സ് ഉണ്ട്, സീഡ്ലിങ്സ് ഉണ്ട് ഫെലനോപ്സിസിൻ്റെ. ഡെൻഡ്രോബിയത്തിലാണെങ്കിൽ മീഡിയം സൈസ് പ്ലാന്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിനെ കുറിച്ചുള്ള അപ്ഡേഷൻസൊക്കെ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പം നമ്മൾ മാക്സിമം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ ഫംഗിസൈഡിലോട്ട് ഡിപ്പ് ചെയ്യണം. ഈ പ്ലാന്റ് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മാക്സിമം ഇതിൻ്റെ മൂട് ഭാഗം നല്ലവണ്ണം ഡിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് റീപ്ലാന്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള മഡ് പോട്ട് ഇതാണ്. ഈ മഡ് പോട്ടിലേക്ക് ഈ ഒരു ഫ്ലവർ പ്ലാന്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ വയ്ക്കുമ്പോൾ ഇത് അത്യാവശ്യം വലിയ പ്രശ്നമില്ല, എങ്കിലും ഒരു ലെയർ ഓട് പീസ് കൊടുക്കുന്നുണ്ട്. ആ ഓട് പീസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ പ്ലാന്റ് വയ്ക്കുന്നു. ഇനി തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ മാക്സിമം ടൈറ്റ് ചെയ്യുക. മാക്സിമം ടൈറ്റ് ചെയ്ത് തന്നെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പ്ലാസ്റ്റിക് പോട്ട് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന ചാർക്കോളാണെങ്കിലും ഇഷ്ടിക പീസാണെങ്കിലും കഴുകി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല തടിയുടെ കരി തന്നെ എടുക്കാൻ ശ്രമിക്കുക. ചാരത്തിൻ്റെ അംശം മാക്സിമം ഒഴിവാക്കിയിട്ടാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ഒരു വീഡിയോ ചെയ്യുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ഡെൻഡ്രോബിയത്തിൻ്റെ ഏകദേശം ഒരു റീപ്ലാന്റിങ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. നമ്മൾ നെക്സ്റ്റ് ഒരു ഫെലനോപ്സിസിൻ്റെ റീപ്ലാന്റിങ് വീഡിയോ ചെയ്യുന്നതാണ്. ഫെലനോപ്സിസിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റിങ്ങും അതുപോലെ തന്നെ വലിയ പ്ലാന്റിൻ്റെയും റീപ്ലാന്റിങ് വീഡിയോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് മാക്സിമം ടൈറ്റ് ചെയ്ത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞതുപോലെ ഒരു 2 വീക്സ് ഷെയ്ഡിൽ തന്നെ കീപ്പ് ചെയ്യുക പ്ലാന്റ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റിങ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മൂട് ഭാഗം ഇതുപോലെ മുകളിൽ തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ പുതിയ ഷൂട്ട്സ് പെട്ടെന്ന് വരികയുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഒരു പ്ലാന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഓൾമോസ്റ്റ് പ്ലാന്റിങ് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നതാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഈ വുഡൻ പോട്ടിലാണ് ചെയ്യുന്നത്. വുഡൻ പോട്ടിൽ ഡെൻഡ്രോബിയം പോട്ട് ചെയ്യാൻ പറ്റുമോ, പ്രശ്നമുണ്ടോ, അതിലെങ്ങനെയാണ് എന്നൊക്കെ ഓരോ ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വുഡൻ പോട്ടിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡെൻഡ്രോബിയാണ് എടുത്തിട്ടുള്ളത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പഴയ പോട്ട് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഡെഡ് റൂട്ട്സ് എല്ലാം മാക്സിമം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കുള്ള ഡൗട്ടാണ് ഇതിലിപ്പോൾ 3-4 ഷൂട്ട്സ് ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നടാവോ, ചെടിയുടെ എണ്ണം കൂട്ടാവോ? അതിൻ്റെ ആവശ്യം ഇല്ല. കാരണം നമുക്കിതൊരു കളക്ഷനാണ്. സോ നമ്മൾ ഈ പ്ലാന്റിനെ ഇങ്ങനെ 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് പിന്നെയും അത്രയും ഡിലേ വരും. അപ്പം മാക്സിമം നമ്മൾ പ്ലാന്റ് ഡിസ്റ്റർബ് ചെയ്യാതെ ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലീൻ ചെയ്ത പ്ലാന്റിനെ ഞാൻ ഫംഗിസൈഡിലോട്ട് ഡിപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഈ ഫംഗിസൈഡിൽ ഡിപ്പ് ചെയ്തിട്ടേക്കുന്ന പ്ലാന്റ് ഇതാ എടുക്കുവാണ്. എടുത്തിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് വയ്ക്കുമ്പോൾ ഇതാ ഈ ഹൈറ്റ് നോക്കൂ, ഒരിച്ചിരി ഹൈറ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ബേസ് പോർഷനിൽ നിന്ന് കുറച്ച് മാറ്റുന്നുണ്ട്. നമുക്കിങ്ങനെ കുറച്ച് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് പ്ലാന്റിനെ ഇതിനകത്ത് നിർത്തുക. മനസ്സിലായോ? ഈ ഒരു രീതിയിൽ അകത്തേക്ക് നിർത്തിയിട്ട് നമുക്ക് ഈ ഓട് പീസ്, ചാർക്കോള് ഇതൊക്കെ കൊണ്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല എയർ സർക്കുലേഷൻ കിട്ടും, റൂട്ട്സൊക്കെ ഫാസ്റ്റായിട്ട് തന്നെ വരികയും ചെയ്യും. വുഡൻ പോട്ടിൽ നല്ല രീതിയിൽ നമുക്ക് സെറ്റായിട്ട് വരും റൂട്ട്സ് എല്ലാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ടായിരിക്കും, അത് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇതും മാക്സിമം നമുക്ക് ടൈറ്റ് ചെയ്ത് തന്നെ പ്ലാന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു പ്ലാന്റ് എങ്ങനെ നമുക്ക് റീപ്ലാന്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച്. ഇനി ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പ്ലാന്റ് ചെയ്ത് 2 or 3 വീക്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അത് കെമിക്കൽ ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും അപ്പോൾ മാത്രം തുടങ്ങിയാൽ മതി. നമ്മൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ച് പോട്ടിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ മാക്സിമം ടൈറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളിന്ന് 3 പ്ലാന്റാണ് റീപ്ലാന്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഒരു ഫ്ലവർ പ്ലാന്റ്, ഒരെണ്ണം വുഡൻ പോട്ടിൽ, പിന്നെ അല്ലാത്തതെണ്ണം. അപ്പം ഇതിൽ നമ്മൾ ഈ ഫംഗിസൈഡ് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ഇതിൻ്റെ ചുവട് ഭാഗത്തേക്കൊന്ന് വീത്തുവാണ്. നമ്മൾ ഇന്ന് റീപ്ലാന്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വാട്ടറിങ് അപ്ലൈ ചെയ്യണ്ട. കാരണം നമ്മളിതിൽ നന്നായിട്ട് നനച്ച് ഫംഗിസൈഡ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം ഇനി വാട്ടറിങ് കൊടുക്കണ്ട, അതിന് ശേഷം മാത്രം വാട്ടറിങ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.